ഫാദർ അബ്രഹാം കൈപ്പംപ്ലാക്കൽ സമൂഹത്തിന്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ മാതൃകാ വ്യക്തിത്വമെന്ന് മാർ ജോസഫ് കല്ലറങ്ങാട്ട്. ഫാദർ അബ്രഹാം കൈപ്പംപ്ലാക്കലിന്റെ 10ാം ചരമവാർഷികാചരണത്തോടനുബന്ധിച്ച് ലാലം സെന്റ് മേരീസ് പഴയ പള്ളിയിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ച് സന്ദേശം നൽകുകയായിരുന്നു ബിഷപ്പ്. സമൂഹത്തിന്റെ ആവശ്യങ്ങൾ കണ്ടറിയുകയും അനേകർക്ക് അഭയകേന്ദ്രമാവുകയും ചെയ്ത മാതൃകാ വ്യക്തിത്വമാണ് ഫാദർ അബ്രഹാം കൈപ്പൻപ്ലാക്കലെന്ന് ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞു. അഗതികളുടെയും ആലംബഹീനരുടെയും അത്താണിയായി ജീവിക്കുകയും താൻ സ്ഥാപിച്ച സ്നേഹഗിരി ദൈവദാസൻ സന്യാസ സഭകളിലൂടെ 10,000-കണക്കിന് അനാഥർക്ക് സംരക്ഷണം നൽകുകയും ചെയ്ത ഭാഗ്യസ്മരണാർഹനായ ഫാദർ അബ്രഹാം കൈപ്പൻപ്ലാക്കലിന്റെ 10ാം ചരമവാർഷികാചരണത്തിനോടനുബന്ധിച്ച് ലാലം സെന്റ് മേരീസ് പഴയ പള്ളിയിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ച് സന്ദേശം നൽകുകയായിരുന്നു ബിഷപ്പ്. ആരെയും സഹായിക്കാൻ കൈപ്പൻപ്ലാക്കൽ അച്ഛൻ സദാ സന്നദ്ധനായിരുന്നു. അതിനായി എപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരുന്നു. പുറത്തേക്കിറങ്ങി എല്ലാവരെയും കാണുകയും കേൾക്കുകയും ചെയ്തു. പാലായെ തന്റെ മിഷൻ കേന്ദ്രമായാണ് അച്ഛൻ കണ്ടത്. അതിനാൽ വിവിധ സ്ഥാപനങ്ങൾ പാലായിൽ സ്ഥാപിച്ച് സേവന പ്രവർത്തനങ്ങൾ നടത്തി. അജപാലനപരമായ ഒരു കരുതൽ എല്ലാവരോടും കൈപ്പൻപ്ലാക്കൽ അച്ഛന് ഉണ്ടായിരുന്നുവെന്നും ബിഷപ്പ് പറഞ്ഞു. ലാലം പള്ളി വികാരി ഫാദർ ജോസഫ് തടത്തിൽ സഹകാർമ്മികനായിരുന്നു. കൈപ്പൻപ്ലാക്കൽ അച്ഛന്റെ ഖബറിടത്തിങ്കൽ നടന്ന പ്രാർത്ഥനാ ശുശ്രൂഷകൾക്കും ബിഷപ്പ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സ്നേഹഗിരി മിഷണറി സിസ്റ്റേഴ്സ് മദർ ജനറൽ സിസ്റ്റർ പിയൂഷ SMS, ജോസ് കെ മാണി MP, നഗരസഭാ അധ്യക്ഷൻ ഷാജു തുരുത്തൻ, വൈദികർ, സന്യസ്തർ, അൽമായർ തുടങ്ങിയവർ പങ്കെടുത്തു. ഐഫോറിയ ന്യൂസ്, പാലാ.